ഇവിടെ പ്രസ്താവിച്ചതുപോലെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും രാവിലെ ഒരു പ്രഭാത യോഗം എന്ന നിലക്ക് നടക്കുന്നുണ്ട്. അതിൽ ജില്ലയിലുള്ള പൊതുകാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളൊക്കെ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ 11 ജില്ല പൂർത്തിയായി കഴിഞ്ഞു. നല്ല പങ്കാളിത്തമാണ് എല്ലാവരുടെയും കണ്ടത്. മാത്രമല്ല, പങ്കെടുത്തവരുടെ ഇടപെടലും വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. താല്പര്യപൂർവം നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെട്ടതെന്നാണ് കണ്ടത്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ സഹായകമാകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളും വന്നു. സംസ്ഥാനതല യോഗം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകളുടെ യോഗമാണ് ആദ്യമായിട്ട് നടക്കുന്നത്. 2 യോഗം ഇതിനു മുൻപ് നടക്കേണ്ടതായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ആ ഘട്ടത്തിൽ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ വേണ്ടതില്ല, തൽക്കാലം മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 2 പരിപാടികൾ മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും പ്രൊഫഷണലുകളുടെ യോഗമാണ് ആദ്യമായി ഈ സംസ്ഥാനതല യോഗങ്ങളിൽ ആദ്യത്തേതായി നടക്കുന്നത്. നല്ല പങ്കാളിത്തമാണ് ഇതിലും കാണുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഒട്ടേറെ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാനുമുണ്ടാകും. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കേവലമായ പഠന വിഷയങ്ങൾ മാത്രമായല്ല കാണേണ്ടത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും മെച്ചപ്പെടുത്താനുള്ള ഉപാധി കൂടിയായി ശാസ്ത്ര സാങ്കേതിക മേഖലകളെ കാണേണ്ടതുണ്ട്. ഈ മേഖലയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാതെ ആരും ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നാണ് വസ്തുത. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനുള്ള ജീവിതചര്യകളിൽ മുതൽ ആ ബന്ധം കാണാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവയല്ല എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ആ മേഖലയിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നിങ്ങളേവരും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായുള്ള ഒരു സംവേദനം വളരെ പ്രധാനമാണ് എന്ന് സർക്കാർ കണ്ടത്.
വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി നമ്മുടെ നാടിനെ മാറ്റുന്നതിനുള്ള അങ്ങനെയുള്ള ഒരു പരിവർത്തനം കൊണ്ടുവരുന്നതിനുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക് എന്തൊക്കെയാണ് എന്നത് സ്വാഭാവികമായും പരിശോധിക്കപ്പെടണം. അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിപോഷണമല്ല, അന്ധവിശ്വാസമാണ്, അതിൻ്റെ പ്രചരണമാണ് ഏറ്റെടുക്കേണ്ടതെന്ന രാഷ്ട്രീയ ആശയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ആശയങ്ങൾക്ക് മേൽക്കൈ വരുന്ന ഒരു ഘട്ടമല്ലേ ഇത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടി എന്നത് മറ്റൊരു പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ശാസ്ത്ര ഗവേഷണത്തിനും ശാസ്ത്ര പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിനുതകുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത്. പക്ഷേ നാം കാണേണ്ടത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രം ആ മുന്നേറ്റം പൂർണ്ണമാകണമെന്നില്ല. ഇക്കാര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ നിർലോഭമായ ഇടപെടൽ ഉണ്ടാവണം. ഓരോ സെക്കൻഡിലും ശാസ്ത്ര ഗവേഷണവും സാങ്കേതിക വിദ്യയും വികസിക്കുന്ന കാലമാണിത്. അവയെ അനുനിമിഷം നമ്മുടെ നാടിൻ്റെ വൈജ്ഞാനിക ശൃംഖലയുമായി കൂട്ടിച്ചേർക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുതകുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ശാസ്ത്രത്തിൻ്റെ പിന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം അന്ധവിശ്വാസങ്ങളുടെ മുന്നോട്ട് വരവുമുണ്ട്. ഇത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ശാസ്ത്രപ്രചാരണം നടത്താൻ ചുമതലപ്പെട്ടവരാണ് നമ്മുടെ പൗരന്മാർ എന്ന് എഴുതി വച്ചിട്ടുള്ളൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അത്തരമൊരു ഭരണഘടനയുടെ നാട്ടിലാണ് ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തു വരുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും അന്ധവിശ്വാസത്തിൻ്റെ മുൻനിര പ്രചാരകരാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതൊരു അപകടകരമായ അവസ്ഥ കൂടിയാണ്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്, IIT ഡയറക്ടർ ഗോമൂത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റൊരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ക്ലാസ് റൂം
ചുമരുകളാകെ ചാണകം പൂശുന്നു. ഇത്തരം കാഴ്ചകളാണ് ഓരോ ദിവസവും നാം കാണുന്നത്. നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ നടന്നതായിരുന്നു മുൻപ് സയൻസ് കോൺഗ്രസ്. അത് ഏറെക്കുറെ നിലച്ച മട്ടാണ്. സയൻസ് കോൺഗ്രസ്സിൽ 2015 മുതൽ ഇങ്ങോട്ട് നടന്ന ചർച്ചകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താ? ഗ്രഹങ്ങൾക്കിടയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ 10,000-കണക്കിന് വർഷങ്ങൾ മുൻപേ നമുക്ക് ഉണ്ടായിരുന്നു എന്ന വാദം, ഗോമൂത്രത്തിൽ സ്വർണമുണ്ട് എന്ന അവകാശവാദം, അറ്റോമിക് ഫ്യൂഷൻ നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ, ഈ തരത്തിൽ അവ പോവുകയാണ്. ശാസ്ത്രമെന്ന രീതിയിൽ വ്യാജം പ്രചരിപ്പിച്ച് അന്ധവിശ്വാസം പടർത്തുന്ന രീതിയായി ദേശീയ സയൻസ് കോൺഗ്രസ് മാറിയ കാഴ്ചയും നാം കണ്ടു. ലോകം വൈഫൈയിൽ നിന്നും മാറി ലൈഫൈയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രോഗമുക്തിക്കായി ജിനോം എഡിറ്റിംഗ് അടക്കമുള്ള വിദ്യകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് വലിയ തോതിൽ നടക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ നേരത്തെ കണ്ട രീതിയിലുള്ള പരിഹാസ വാദങ്ങളുമായി നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സ്ഥാപനങ്ങളും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരും എത്തുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങാതെ സംസ്ഥാന സയൻസ് കോൺഗ്രസ് നാം നടത്തുകയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫഷണലുകളെ നേരിൽ കാണുന്നു. ഇതിൽ സംസ്ഥാന സർക്കാരിന് ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടുമുള്ള പ്രതിബദ്ധതയാണ് പ്രകടമാകുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ പ്രതിബദ്ധത കൊണ്ട് മാത്രം സമൂഹത്തിൽ പൂർണ്ണമായ മാറ്റമുണ്ടാവില്ല. അന്ധവിശ്വാസങ്ങൾ ദുർമന്ത്രവാദ കൊലപാതകങ്ങളിലേക്ക് വരെ എത്തുന്ന കാലം. അത്തരമൊരു കാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ജനകീയ ഇടപെടലുകളും സമാന്തരമായി ഉണ്ടാവണം. ഇതിനേക്കാളും പുറകിൽ പോയൊരു കാലമായിരുന്നു നമ്മുടെ ഭൂതകാലം. ആ കാലത്ത് നവോത്ഥാന നായകരടക്കം ശക്തമായി ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന് പിന്നെ കേരളത്തിലുണ്ടായ തുടർച്ചയുടെ ഭാഗമായാണ് പുതിയ സാഹചര്യം വന്നത്. ആർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബോധവൽക്കരണത്തിനൊപ്പം ശാസ്ത്ര വികസനത്തിനും മുൻകൈയെടുക്കുന്ന രീതിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് സംസ്ഥാനത്തെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ്
സയൻസ് പാർക്കുകൾ. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളതാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മളിവിടെയാണ്. ആ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ 3 സയൻസ് പാർക്കുകൾ കൂടി കേരളത്തിൽ ഒരുങ്ങുകയാണ്. ആ 3നും കൂടി 600 കോടി രൂപ, 200 കോടി വീതം ചെലവഴിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്ന നിലയും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശാസ്ത്രരംഗത്തെ വികാസത്തിന് ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നത് അനിവാര്യമായ ഘടകമാണ്. ഗവേഷണത്തിലൂടെയാണ് പുതിയ അറിവുകൾ സൃഷ്ടിക്കപ്പെടുക. അതോടൊപ്പം തന്നെ തെറ്റായ അറിവുകൾ മായ്ക്കപ്പെടുക. ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ നയം നമ്മൾ രൂപീകരിക്കുന്നത് ശാസ്ത്ര സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ ഗവേഷണ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ അറിവുകൾക്കനുസൃതമായാണ്. എപ്പോഴെല്ലാം ഗവേഷണത്തിന് അല്ലെങ്കിൽ പുതിയ അറിവുകളെ തേടിയുള്ള അന്വേഷണത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം സാമൂഹിക പുരോഗതിയിലും അതിനനുസരിച്ചുള്ള കുറവുകളുണ്ടാകുന്നു. ഇത് നമ്മുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്. ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയിരുന്ന പല കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തിയിരുന്ന രാജ്യങ്ങൾ പലതും അന്ധവിശ്വാസങ്ങൾക്കും വംശീയതക്കും കീഴ്പ്പെടുന്നതും അങ്ങനെ അവരുടെ സുപ്രധാന അജണ്ടയിൽ നിന്നും ഗവേഷണം പുറത്താവുന്നതും ആ രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി അപകടത്തിലാകുന്നതുമെല്ലാം നാം കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളോ ആ രാജ്യങ്ങൾ കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ രാജ്യത്തെ ഗവേഷണ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുന്നത്. ഗവേഷണത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം ഏറെ പിറകിലാണ്. ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പല വികസ്വര രാജ്യങ്ങളും GDP-യുടെ 3% ഗവേഷണങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് കേവലം 0.6% മാത്രമാണ്. അതേസമയം തന്നെ ഗവേഷണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന തുക അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കാനും അങ്ങനെ വ്യാജ നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ വംശീയതക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമാണ് പലപ്പോഴും വിനിയോഗിക്കപ്പെടുന്നത് എന്നതും ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലെടുത്താൽ CSIR, UGC നെറ്റ്, JRF ഫെലോഷിപ്പ് കണക്കെടുത്താൽ തന്നെ ഗവേഷണ രംഗത്ത് നിന്ന് സർക്കാർ പിൻവാങ്ങുന്നതിൻ്റെ അടയാളങ്ങളാണ് കാണാനാവുക.
2019 നിന്നും 2023 ഫെലോഷിപ്പുകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. ഇതാണ് കണക്ക് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ശാസ്ത്രീയ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നൽകി വരുന്ന നെഹ്റു സയൻസ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി അത് നൽകിയിട്ടേയില്ല. ഗവേഷണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ നടത്തുന്ന സിമ്പോസിയങ്ങളുണ്ട്. ആ സിമ്പോസിയങ്ങൾക്ക് നൽകുന്ന തുക 1/3 വെട്ടിച്ചുരുക്കി. ഗവേഷകർക്ക് നൽകിയിരുന്ന ട്രാവൽ ഗ്രാൻറ്റ് ഇതേപോലെ 1/3 വെട്ടിച്ചുരുക്കി. ഗവേഷണ മാസികകൾക്ക് നൽകിയിരുന്ന ജേർണൽ ഗ്രാൻറ്റുകളുണ്ട്, 5 വർഷമായി നിർത്തിവച്ചിരിക്കുകയാണ്. ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി നീക്കിവെക്കുന്ന തുകയിൽ 7% കുറവ് വരുത്തിയിരിക്കുന്നു. ഇത്തരമൊരു ദേശീയ പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് കേരളം നടത്തുന്ന വേറിട്ട ഇടപെടലുകൾ വിലയിരുത്തപ്പെടേണ്ടത്. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അവയെ നമ്മുടെ സമ്പദ്ഘടനയുമായി വിളക്കിച്ചേർക്കുന്നതിനുള്ള ഇടപെടൽ കൂടിയാണ് നാം നടത്തുന്നത്. കൈരളി റിസർച്ച് പുരസ്കാരങ്ങൾ നൽകുന്നത് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. നവകേരള സൃഷ്ടിക്ക് അനുയോജ്യമായ ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ലഭ്യമാക്കുന്നുണ്ട്. 14.5 കോടിയിലധികം രൂപയാണ് ഇതിനായി ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സർവകലാശാലകൾ, കോളേജുകൾ ഇതിലെല്ലാം അക്കാദമിക് സമൂഹത്തിന് നൊബേൽ ജേതാക്കൾ അടക്കമുള്ള അക്കാദമിക് വിദഗ്ധരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള അവസരം ഇപ്പോൾ നാം ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രവർത്തനത്തിനായി 38 കോടി രൂപ നീക്കിവെച്ചിട്ടുമുണ്ട്. ഗവേഷണ രംഗത്തെ പരസ്പര സഹകരണം ഉറപ്പാക്കൽ, അവയെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കൽ, ഇതെല്ലാം ഉദ്ദേശിച്ചാണ് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. ഇതിനെല്ലാം പുറമെയാണ് ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് 200 കോടി രൂപ മുതൽ മുടക്കി ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുന്നത്. 2021 അധികാരത്തിൽ വന്നപ്പോൾ LDF സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനം നൂതന സാങ്കേതിക വിദ്യാ പ്രോത്സാഹനമാണ്. അതിനുതകുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. അത്തരം പ്രോത്സാഹനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, accelerating adoption of emerging technology solutions in government, innovation by youth with disability. ഇത്തരം പദ്ധതികൾ വഴി നൂതന ആശയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയുമാണ് നാം ചെയ്യുന്നത്. സർവകലാശാലകളിലെ പഠന ഗവേഷണ വിഭാഗങ്ങളും സർക്കാർ മേഖലകളും തമ്മിൽ സഹകരണാത്മക പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് ട്രിപ്പിൾ ഹെലിക്സ് മാതൃക ആവിഷ്കരിക്കാനായിട്ടുണ്ട്.
985 സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കി. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇന്നൊവേഷൻ ചാലഞ്ച് സംഘടിപ്പിക്കാനുമായി. ആദ്യ തലത്തിൽ മുഴുവൻ പേർക്കും പങ്കെടുക്കാൻ അവസരവുമൊരുക്കി. മികച്ച നൂതന വിദ്യകൾ മുന്നോട്ട് വെച്ച 9957 പ്രാഥമിക വിജയികൾ, 2445 ജില്ലാതല വിജയികൾ, 432 സംസ്ഥാനതല വിജയികൾ, ഇവരെയെല്ലാം തിരഞ്ഞെടുക്കാനായിട്ടുണ്ട്. ചാലഞ്ചിൽ പങ്കെടുത്ത 3 തട്ടുകളിലെയും വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പ്രോത്സാഹന സഹായം നൽകിയിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യ രജിസ്റ്റർ ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു. ഇതുവരെ 190 നൂതനാശയങ്ങൾ പോർട്ടൽ മുഖാന്തരം നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ബ്ലോക്ക് തലത്തിൽ അക്കാദമിക്, വ്യവസായം, സർക്കാർ, സിവിൽ സമൂഹം എന്നിവയെ സംയോജിപ്പിക്കുന്ന സഹകരണ കേന്ദ്രങ്ങളായി ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ BIC സ്ഥാപിക്കുകയാണ്. ആരോഗ്യമേഖലയിലെ നൂതനാശയങ്ങൾക്കായുള്ള ഒരു ഇന്നൊവേഷൻ സോൺ എമർജിംഗ് ടെക്നോളജീസ് പദ്ധതികളിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിനെ AI ഹബ്ബായി മാറ്റുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ടെക്നോ പാർക്കിൻ്റെയും സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ICT അക്കാദമിയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് വിഭാവനം ചെയ്തു വരുന്നത്. നിലവിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി 1,49,200 പേർ തൊഴിലെടുക്കുന്നുണ്ട്. 2016 മുതൽ ഇതുവരെയുള്ള നേടിയെടുത്താൽ 66,000-ഓളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 കേരളത്തിലെ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 702 ഇന്നത് 1156. കേരളത്തിൽ നിന്നുള്ള ആകെ IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇപ്പോഴത് 90,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 155 ലക്ഷം ചതുരശ്രടി ബിൽറ്റ് സ്പേസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 223 ലക്ഷം ചതുരശ്രടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സ്പേസ് പാർക്ക് K-സ്പേസ് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 3.5 ഏക്കർ ഭൂമിയിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി നബാർഡ് സഹായത്തോടുകൂടി 241 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനം രൂപകൽപ്പനയിലും മൈക്രോചിപ്പ് രൂപകൽപ്പനയിലും മെസ്സേഴ്സ് സെൻറ്റപ്പിൾ, മെസ്സേഴ്സ് വെസ്റ്റ് ഗാർഡ്സ് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ സഹകരണം ഇലക്ട്രിക് വാഹന രൂപകൽപ്പനയിലും RISC-V പ്രോസസ്സർ രൂപകൽപ്പനയിലും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഡിജിറ്റൽ സർവകലാശാല സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജീസുമായി സഹകരിച്ച് ഗ്രഫീനായുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനശേഷി വിപുലീകരണത്തിനും പുതിയ സാങ്കേതികവിദ്യ പ്രാപ്യമാക്കുന്നതിനും സംയുക്ത സംരംഭം ആരംഭിച്ച് തുടർ പ്രവർത്തനം നടത്തി വരികയാണ്.
കെൽട്രോണിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം, ഫാക്ടറി നവീകരണം, ഇവയ്ക്കൊപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ്, ഡിഫൻസ് പ്രോഡക്റ്റ്, പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിലൂന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് 395 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ കെൽട്രോൺ നൽകി വരുന്ന അനുഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. INS വിക്രാന്ത്, INS സൂറത്ത്, INS നീലഗിരി ഇത്തരം യുദ്ധക്കപ്പലുകൾക്ക്, ഉപഗ്രഹ വിക്ഷേപണ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നൽകുന്ന സ്ഥാപനമായി കെൽട്രോൺ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് കെൽട്രോൺ ആരംഭിച്ചിട്ടുമുണ്ട്. ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ 14 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ലൈഫ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്ലസ്റ്ററായി ലൈഫ് സയൻസ് പാർക്ക് മാറിയിട്ടുണ്ട്. 80,827 ചതുരശ്രയടി വിസ്തീർണമുള്ള അഡ്മിൻ ബ്ലോക്ക്, ബയോടെക് ലാബ്, ഓഫീസ്, ലബോറട്ടറി ഇവയെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യാ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്താകമാനം ശാസ്ത്ര മുന്നേറ്റങ്ങൾ വലിയ തോതിലുണ്ടാവുകയാണ്. ആ മുന്നേറ്റങ്ങൾക്കൊത്ത് കേരളത്തിന് എങ്ങനെ മുന്നേറാം, അവയ്ക്ക് നവകേരള സൃഷ്ടിയിൽ വഹിക്കാൻ കഴിയുന്ന പങ്ക് എന്താണ്, ഇത് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനമായൊരു കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും ലോകത്താകമാനമുണ്ടാവുക. കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ നിരവധി പ്രകൃതിക്ഷോഭങ്ങളെയാണ് നമ്മുടെ നാടിന് നേരിടേണ്ടതായി വന്നത്. ഇതിന് കാരണമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശമോ പ്രത്യേക ഏതെങ്കിലും വിഭാഗമോ മാത്രം മനസ്സ് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയില്ല. അതിനുതകുന്ന നയരൂപീകരണം നടത്തേണ്ട വേദികളുണ്ട്. ആ വേദികളാകട്ടെ ഐകകണ്ഠ്യേനയുള്ള തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് നടപടികൾ കൈക്കൊള്ളാം എന്ന ധാരണയിൽ നിൽക്കാനാവില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണിപ്പോൾ കേരളം ചെയ്യുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ ഒരുക്കുന്നു, പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം നാം നടപ്പാക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ അഥവാ നെറ്റ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണമെന്നാണ്. ഗ്രീൻ ഫ്യൂച്ചർ എന്ന ലക്ഷ്യത്തെ എത്രമാത്രം ഗൗരവത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം കാണുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. സർക്കാരിൻ്റെ ഇത്തരം മുൻകൈകളെ ശക്തിപ്പെടുത്താനും ലോകത്താകമാനമുള്ള നൂതന സാങ്കേതിക ആശയങ്ങളെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന
വ്യവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കാനും കഴിയുന്ന ചർച്ചകൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ് നിങ്ങൾ. ശാസ്ത്രം ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന കണ്ടെത്തലുകളാണ്. സാങ്കേതികവിദ്യകൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവയെ പ്രായോഗികമാക്കാനായി സൃഷ്ടിക്കപ്പെടുന്നവയാണ്. മോട്ടോർ വാഹനങ്ങളും കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റുമെല്ലാം രൂപപ്പെട്ടു വന്നത് മാനവരാശിയുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇത്തരത്തിൽ ആവശ്യാധിഷ്ഠിതമാണെന്ന് പറയുമ്പോഴും സാങ്കേതികവിദ്യയും ശാസ്ത്ര ഗവേഷണ ഫലങ്ങളും ലോകമാകെയുള്ള ജനതയ്ക്ക് എത്ര കണ്ട് ഉപകാരപ്പെടുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ വാക്സിനുകളുടെ കാര്യം എടുക്കുക. പല മൂന്നാം ലോക രാജ്യങ്ങൾക്കും ഇന്നും വാക്സിനേഷൻ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായി രോഗവ്യാപനങ്ങളും കെടുതികളും അവിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗം മാറ്റാൻ മരുന്ന് കണ്ടെത്തുന്നു. അത് കണ്ടെത്തിയാൽ കണ്ടെത്തിയവരുടെ രാജ്യം അതിന് പേറ്റൻ്റ് എടുക്കുകയാണ്. പേറ്റൻ്റ് ചെയ്യപ്പെട്ട മരുന്ന് വാങ്ങണമെങ്കിൽ പല രാജ്യങ്ങളും വലിയ തുക നൽകേണ്ടതായി വരുന്നു. ഈ അവസരത്തിൽ ശാസ്ത്ര ഗവേഷണ ഫലങ്ങളുടെയും സാങ്കേതികവിദ്യകളുടെയും പേറ്റൻറ്റുകൾ സംബന്ധിച്ച് പുതിയ തലത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യക്കും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നും അത് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണ ഫലങ്ങളെ സാങ്കേതികവിദ്യയാക്കി പരിണമിപ്പിച്ചുകൊണ്ടാണ് പലരും കൂട്ടക്കുരുതികൾ നടത്തിയത്. അതുണ്ടാകാൻ പാടുണ്ടോ? ഇത് ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ മറ്റൊരു വശത്ത് മഹാമാരികൾക്കെതിരെ നിലകൊള്ളുന്ന വൻമതിലുകളായി ശാസ്ത്രവും സാങ്കേതികവിദ്യയും മാറിത്തീരുന്നുണ്ട്. ഇതിൽ ചെയ്യേണ്ടതേത്, ചെയ്തുകൂടാത്തതേത് എന്നത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. സയൻസ് ആൻഡ് ടെക്നോളജി വിത്ത് എ ഹ്യൂമാനിറ്റേറിയൻ ഫേസ് എന്ന നിലക്കുള്ള ചർച്ചകളാണ് ഉയർന്നു വരേണ്ടത്. മികച്ച ശാസ്ത്രാവബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ പല നിലയിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ലഭ്യമാക്കൽ, ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തൽ, അതോടൊപ്പം തന്നെ നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലത്ത് ഉയർന്നു വരുന്ന നൂതന ആശയങ്ങൾക്കനുസൃതമായ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകൽ, ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിനുതകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇവയോടനുബന്ധിച്ച് ശാസ്ത്ര ഗവേഷണ രംഗത്ത് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ ഉയർന്നു വരാൻ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും? ഈ കാര്യവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സയൻസ് പാർക്കുകളോട് ചേർന്ന് ഇൻക്യുബേഷൻ ലാബുകൾ സജ്ജമാക്കുന്നത് പുതിയ ശാസ്ത്ര ഗവേഷണ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഊർജം പകരും. അത്തരത്തിലുള്ള എന്തെല്ലാം മാതൃകകൾ പിന്തുടരാം എന്ന കാര്യത്തിലും ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ശാസ്ത്രമേഖലയിൽ ഉണ്ടാകുന്ന ഗവേഷണ ഫലങ്ങൾ ആ ശാസ്ത്രമേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. ഈ ബോധ്യം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള എല്ലാവർക്കും ഉണ്ടാകണം. ബയോടെക്നോളജി മേഖലയിൽ ഉണ്ടാകുന്ന
ശാസ്ത്ര ഗവേഷണ ഫലങ്ങളെ ആരോഗ്യരംഗത്തേക്കും അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദന രംഗത്തേക്കുമെല്ലാം എത്തിച്ചുകൊണ്ട് ആ മേഖലകളിലും ഉണർവുണ്ടാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള പരസ്പര പൂരകത്വ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം ശാസ്ത്ര സ്ഥാപനങ്ങളും ഗവേഷകരും നടത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മികച്ച ശാസ്ത്ര പ്രതിഭകളുണ്ടായിട്ടും പലപ്പോഴും അവരെല്ലാം തന്നെ പുറത്തുപോയി ജോലിയെടുക്കുന്ന അനുഭവം നമുക്കുണ്ട്. ഇവിടെ ഗവേഷണം നടത്തുന്നതിന് ലഭിക്കുന്ന തുകയിലുള്ള പരിമിതി അതിന് ഒരു കാരണമാണ്. ആധുനിക സങ്കേതങ്ങളോട് കൂടുതൽ അടുത്തിടപഴകാനും മികവുറ്റ ശാസ്ത്രജ്ഞരോടൊപ്പം പ്രവർത്തിക്കാനും കഴിയുന്നതുകൊണ്ടുകൂടിയാകാം അവർ അത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത്. ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് ഇതിനെ നാം വിശേഷിപ്പിക്കാറ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അത്തരം ഇടപെടലുകൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം, ആ ചർച്ചയും ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. നിരന്തരമായ നവീകരണവും ഗവേഷണവും അതാണ് ശാസ്ത്രവിജ്ഞാന വികാസത്തിൻ്റെ അടിത്തറ. ഏതെങ്കിലും ഒരു നേട്ടം കൈവരിച്ചു, അതുകൊണ്ട് ഇനി ആ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്നതിനുള്ള ശേഷി പല രോഗാണുക്കളും കൈവരിച്ചതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പക്കൽ മരുന്നുകളുണ്ടല്ലോ എന്ന ധാരണയോടെ രോഗാണുക്കളുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങൾ നടത്താതിരുന്നാലുള്ള നിര എന്താകുമെന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അതുപോലെ ഓരോ മേഖലയിലും എപ്രകാരമാണ് വൈജ്ഞാനിക നവീകരണം നടക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മൈക്രോ ലെവൽ ചർച്ചകൾ കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റം നൽകാൻ കഴിയുന്ന സംഭാവന എന്ത്, ആ ചർച്ചയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ലോക ജനസംഖ്യ വർദ്ധിക്കുന്നു, പക്ഷേ ഭക്ഷ്യോൽപാദനം അതിനൊത്ത് വർദ്ധിക്കുന്നുമില്ല. ഏത് തരത്തിൽ ലോക ജനസംഖ്യക്ക് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനാകും, ആ കാര്യവും പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർക്ക് BT ഭക്ഷ്യോൽപ്പന്നങ്ങളോട് അകൽച്ചയുള്ളതായി കാണാം. അതുമാത്രമല്ല, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിനും ശാസ്ത്രീയമായ കൃഷിരീതികൾ പിന്തുടരുന്നതിനും ചിലർ വിമുഖത കാണിക്കുന്നുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇത്തരം മേഖലകളിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പൊതുസമൂഹത്തെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനും മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊട്ടേറെ വിഷയങ്ങളുണ്ട്. അതിലേക്കാകെ ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾ, അതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.